അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുള്ളതായ ഹദീസാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ ആദലി വലിയൻ, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആസൻതുഹു ബിൽ ഹർബ്, അദ്ദേഹത്തിനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ആളുകളാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളോട് ആരെങ്കിലും ശത്രുത കാണിച്ചു കഴിഞ്ഞാൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഒരാൾ വലിയാകുന്നത്, ഔലിയയിലേക്ക് ആ ഒരു വലിയൊരു സ്ഥാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറദതു അലൈഹി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു അടിമ അദ്ദേഹത്തിൻ്റെ മേൽ ഫർളാക്കപ്പെട്ടതായ കാര്യങ്ങൾ കൊണ്ടല്ലാതെ എന്നിലേക്ക് അടുക്കാൻ കഴിയുകയില്ല. ഫർളായ കാര്യങ്ങൾ ചെയ്യൽ കൊണ്ടല്ലാതെ എന്നോട് അടുക്കാൻ കഴിയുകയില്ല. എന്നാൽ ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹു, അതേപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നോട് അദ്ദേഹം അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പോൾ ഫർളായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതേപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങളും ചെയ്യുന്നതോടുകൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. ഇനെങ്ങാലും നമ്മൾ ഫർളും സുന്നത്തായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങ് അടുത്ത് കഴിഞ്ഞാൽ ഫൈസ അഹ്ബബ്തുഹു, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടിമയെങ്ങാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുന്തു സംഅഹുൽ ലദീ യസ്മഉ ബിഹി, അദ്ദേഹത്തിൻ്റെ കേൾവി ഞാനാകും. അല്ലാഹു തആല പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കേൾവി ഞാനാകുമെന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ കേൾക്കാൻ കഴിയുന്നത് ആ ഒരു കഴിവ് ഈ അടിമക്ക് കൊടുക്കും. വബസറഹുൽ ലദീ യുബ്സിറു ബിഹി, അദ്ദേഹത്തിൻ്റെ കാഴ്ച ഞാനാകും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എങ്ങനെയാണോ ഭൂമിലോകത്തുള്ളതായ ഓരോ വിഷയങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കാണാനും കഴിയുന്നത്, അതേ രീതിയിലുള്ളതായ കഴിവ് അല്ലാഹു തആല അടിമക്ക് നൽകും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകൾ ഞാനാകും. അല്ലാഹു തആലയുടെ കരങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ അങ്ങനെ ഒരടിമക്കും അതേ കഴിവ് ലഭിക്കും. അല്ലാഹു തആലയുടെ കാലുകളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ രീതിയിലുള്ളതായ കഴിവ് ഈ അടിമയുടെ കാലിനിക്കും നൽകും. എനെങ്ങാലും ആ അടിമ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് നൽകുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറയുകയാണ്, അത് കൊടുക്കുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആസനി, എനെങ്ങാലും എന്നോട് കാവല് തേടുകയാണെങ്കിൽ ലഊസിഅന്നഹു, അദ്ദേഹത്തിനേക്ക് ഞാൻ കാവലും നൽകും. വളരെ സ്പഷ്ടമായും വ്യക്തമായും പറഞ്ഞതായ വിഷയമാണ്. അപ്പം അള്ളാഹുവിലേക്ക് ഫർളായ കാര്യങ്ങളെ കൊണ്ടും സുന്നത്തായ നിസ്കാരങ്ങളും മറ്റും കാര്യങ്ങളെ കൊണ്ട് അടുത്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയും അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഇഷ്ടദാസന്മാരായി മാറുകയും അദ്ദേഹത്തിൻ്റെ കേൾവിയും കാഴ്ചയും കരങ്ങളും കാലുകളും ചോദിക്കുന്നതിനേക്കെല്ലാം നൽകുകയും കാവൽ തേടുന്നതിനേക്കെല്ലാം കാവൽ നൽകുകയും ചെയ്യുന്നതായ ഒരു രീതി പിന്നീടായി മാറും. അങ്ങനെയാകണമെങ്കിൽ നമ്മൾ കൃത്യമായി 5 വക്ത നിസ്കാരം, ഫർള് നിസ്കാരം, അതിനൊക്കെ മുമ്പും ശേഷമുള്ളതായ സുന്നത്ത് നിസ്കാരങ്ങൾ, വിശുദ്ധ റമളാനിലെ ഫർളാക്കപ്പെട്ടതായ ആ നോമ്പുകളും, അതിനൊക്കെ വർഷത്തിൽ ഇടയിൽ കിട്ടുന്നതായ സുന്നത്ത് നോമ്പുകളും, ഇങ്ങനെ ധാരാളം ഫർളായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.